ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ ദേവിയാനിയുടെ കൂട്ടുകാരി തന്റെ മകന്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ടല്ലോ. അവിടെ വെച്ച് തന്നെ സിത്താര അനാമികയെ തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സിത്താര ഫ്രഷ് ആവാൻ വേണ്ടി മുറിയിലോട്ട് കയറുന്നതാണ്. എന്നാൽ മുറി അടച്ചപ്പോൾ തന്നെ സിത്താരയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ അനാമികയുടെ ഒരു മുഖം മാത്രമാണ്. ഷോ, ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്നാലും അത് എവിടെയായിരുന്നു എന്നൊക്കെ സിത്താര ഇങ്ങനെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കാട്ടോ. സിത്താരക്ക് അങ്ങ് ക്ലിയർ ആവുന്നില്ല എവിടെയാണ് ഈ അനാമികയെ കണ്ടതെന്നുള്ളത്. അതേസമയം തന്നെയാണ് സിത്താര ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ സിത്താര ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് സിത്താരയുടെ ഹസ്ബൻഡാണ്. ഹലോ ഏട്ടാ, ആ നീ അനന്തപുരിയിൽ എത്തിയോ? അയ്യോ, ഞാൻ വിളിക്കാൻ മറന്നതാ ഏട്ടാ. ഇപ്പൊ ഇതേ അനന്തപുരിയിൽ എത്തിയതേ ഉള്ളൂ. ഫ്രഷ് ആവാൻ വേണ്ടി മുറിയിലേക്ക് കയറിയതാ. അല്ല, നീ എല്ലാരും കണ്ടോ? ഇല്ല, എല്ലാരും കണ്ടില്ല. ഇവിടുത്തെ അച്ഛനും അമ്മയും പുറത്തു പോയേക്കാന്നാ പറഞ്ഞത്. ഓ, അപ്പൊ മൂർത്തി സാർ അവിടെ ഇല്ലല്ലേ? ആ, എന്തായാലും ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാ സിത്താരെ. നീ അവിടെ എത്തിയോന്നറിയാൻ വിളിച്ചതാ. ശരി ഏട്ടാ. ഇത് പറഞ്ഞ് സിത്താര ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ദേവ്യാനിയെ കാണിക്കുന്നുണ്ട്. ദേവ്യാനി നയനയോട് പറയുന്നുണ്ട്, അതെ സിത്താരയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ടമ്മേ. ആ പിന്നെ നീ ഇടയ്ക്ക് വെക്കുന്നൊന്നും വായി വെക്കാൻ കൊള്ളത്തില്ല. അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതേ വലിയമേ, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന നല്ലത്, എന്നിട്ട് കൊടുത്താൽ മതി. എങ്കിൽ പിന്നെ മോളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അയ്യോ, എനിക്ക് പേടിയാ ഇവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ. എത്രയൊക്കെ തട്ടിമുട്ടി ഉണ്ടാക്കിയാലും ഇവരുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് വായ വെക്കാൻ പറ്റില്ല. അപ്പോൾ ദേവേന ഇങ്ങനെ സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്, നയന ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെന്താ അനാമികയ്ക്ക് മാത്രം ആ ഭക്ഷണം ഇഷ്ടപ്പെടാത്തത്? ആ, എന്തായാലും ആവട്ടെ. അതേസമയം തന്നെയാണ് സിത്താര അങ്ങോട്ടേക്ക് വരുന്നത്. ആ ദേവേനി, നീ ഇവിടെ നിൽപ്പായിരുന്നോ? നിനക്ക് വിശക്കുന്നുണ്ടാവില്ലേ? കുറെ നേരം യാത്ര ചെയ്ത് വരെയല്ലേ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നീ ഇരിക്കി. ഈ ഫുഡിനൊക്കെ നല്ല സ്മെല്ലാണല്ലോ. അപ്പൊ പിന്നെ ടേസ്റ്റ് ഒട്ടും പിറകോട്ടായിരിക്കില്ല അല്ലേ? അത് നീ കഴിച്ചിട്ട് പറ. ഇവിടെ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ പൊന്നു മോളെ, ഈ ഭക്ഷണമൊക്കെ കിട്ടണമെങ്കിലേ നമ്മളെ നാട്ടിൽ തന്നെ വന്നേ പറ്റുള്ളൂ. അവിടെ ലണ്ടനിൽ ആർക്കെങ്കിലും സമയമുണ്ടോ? എപ്പോഴും ഭയങ്കര തിരക്കാ. മോർണിംഗിനൊക്കെ ഒരു ബ്രെഡ് എടുത്ത് ടോസ്റ്റ് ചെയ്യാൻ വരെ ഭയങ്കര മടിയാ. അന്നേരം ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിലേ എനിക്ക് സ്വർഗമായിരിക്കും. ആ പിന്നെ ദേവ്യാനി, എല്ലാ കറികളും ഒഴിച്ചോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം കുറച്ച് മതിയേ. അങ്ങനെ ദേവ്യാനി ഓരോന്നായിട്ട് സിത്താരയുടെ പ്ലേറ്റിലേക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. സിത്താരയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് നോക്കി നിൽക്കാണ് അനാമികയും ദേവ്യാനിയും ഒക്കെ. അനാമികയ്ക്ക് ദേഷ്യമാണ് വരുന്നത്. ഹോ, സത്യം പറയാലോ എന്റെ ദേവ്യാനി, ഇതുപോലെ ഒരു ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അസാധ്യ ടേസ്റ്റാണെന്നേ. സത്യം പറഞ്ഞാല് ഈ ഫുഡ് കഴിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മ, അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിട്ടു, ഇതാരുണ്ടാക്കിയത്? അപ്പോൾ അനാമിക ദേവ്യാനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വല്യമ്മേ, ഇടയ്ക്ക് ഞാനും കിച്ചണിലൊക്കെ കയറിയിട്ട് ഇവരെ സഹായിച്ചു കൊടുത്തിരുന്നു, അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി. അപ്പൊ സിത്താര പറയുന്നുണ്ട്, ഓ, കുറച്ച് കറിയും കൂടി ഒഴുക്കി ദേവ്യാനി. അതേസമയം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി, അവളുടെ പേര് മാത്രം പറഞ്ഞ് അവൾ എല്ലായിടത്തും അങ്ങനെ പൊങ്ങി നിൽക്കണ്ട. ഇത് എൻ്റെ മരുമകൾ ഉണ്ടാക്കിയതാണെന്ന് ഏട്ടത്തി പറഞ്ഞാൽ മതി. ആ, എങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയാം. ആ സീതാരെ, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണേ. ദേ, എന്റെ പൊന്നുമോൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇത്, അനാമിക മോള്. ഇത് കേട്ടപ്പോൾ നയനക്ക് വല്ലാതെ സങ്കടമാവാണ് കേട്ടോ. കാരണം അതൊക്കെ കഷ്ടപ്പെട്ട് നയന ഉണ്ടാക്കിയതാണ്. അനാമിക കിച്ചണിലേക്ക് വന്നത് എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുക്കാൻ മാത്രമാണ്. എന്നാൽ അതൊന്നും ഉണ്ടാക്കിയത് അനാമികയല്ല. അപ്പൊ സിത്താര പറയുന്നുണ്ട്, ആഹാ എടോ, താൻ കാണുന്ന പോലെ അല്ലല്ലോ. ഞാൻ കരുതി ഇത് അനന്തപുരിയിൽ ഏതെങ്കിലും ഷെഫ് ഉണ്ടാക്കിയതാണെന്ന്. എന്തായാലും അസാധ്യ ടേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. എന്റെ പൊന്നു മോളെ, എവിടുന്നാണ് എനിക്ക് ഈ കൈപ്പുണ്യം കിട്ടിയത്? അപ്പൊ അനാമിക പറയുന്നുണ്ട്, അതൊക്കെ എന്റെ അമ്മയുടെ കൈപ്പുണ്യാണ്. എന്റെ അമ്മ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. എന്തായാലും തന്റെ അമ്മ എനിക്കൊന്ന് കാണണം. ആ പിന്നെ മോളൊന്ന് ഇവിടെ വന്നിരുന്നേ. ആ, നയനമോൾ എന്തിനാ നോക്കി നിൽക്കുന്നേ? എല്ലാവരും ഇരിക്കി. ദേവേനി, നയനമോൾ അവിടെ ഇരുത്തിയേ. അല്ല, നയനമോൾക്ക് ഇതുപോലുള്ള ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? ആ, എനിക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം ആൻറ്റി. എന്നിട്ട് മോളൊന്നും ഉണ്ടാക്കാൻ സഹായിച്ചില്ലേ? അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓ, ഒന്നും പറയണ്ട ആൻറ്റി, ഇവരുണ്ടാക്കുന്ന ഭക്ഷണം വായി വെക്കാൻ കൊള്ളത്തില്ല. അപ്പൊ സിത്താര പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത്. എല്ലാവർക്കും ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവുണ്ടായിന്നിരിക്കോ? ഇപ്പൊ എന്നെ തന്നെ നോക്കിക്കേ, എനിക്ക് പോലും ഇതിന്റെ ഏടകലത്ത് എത്താൻ പറ്റില്ല. അപ്പൊ നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ആൻറ്റി ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ക്രെഡിറ്റ് അവള് വാങ്ങിച്ചെടുത്തു. ആ, മോൾ എന്താ നോക്കി നിൽക്കുന്നത്? പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാത്തത് ഇത്ര വലിയ തെറ്റൊന്നുമല്ല. ഞാൻ കേട്ടതേ മോളാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഉയർച്ചെന്നാ. പുതിയ പുതിയ ഡിസൈൻസും കളക്ഷൻസും ഒക്കെ ഞാൻ കാണാറുണ്ട്. എന്തായാലും അടിപൊളി ജ്വല്ലറികളാണ് ഇപ്പൊ മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. മോള് സമ്മതിച്ചിരിക്കുന്നു. ദേ, എന്റെ മോന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് മൂർത്തീസ് ജ്വല്ലറി പോയിരുന്നു. ആ സമയത്താ എല്ലാ കളക്ഷൻസും നയനമോളുടേതാണെന്ന് പറഞ്ഞത്. ദേ കേട്ടോ ദേവ്യാനെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് മുഴുവനും മോളുടേതായിരുന്നു. അപ്പൊ ദേവ്യാനെ പറയുന്നുണ്ട്, സിതാരെ, നീ അവളെ ഇങ്ങനെ പുകഴ്ത്തട്ട, അല്ലെങ്കിൽ തന്നെ എല്ലാരും അവളെ ഇങ്ങനെ പൊന്തിച്ച് വെച്ചേക്കുവാ. എന്താ ഇത് ദേവേനി, നിനക്ക് നിന്റെ മരുമകളോട് അസൂയയോ? അത് വളരെ മോശമാണ് കേട്ടോ. സ്വന്തം മരുമകളോട് അസൂയയല്ലല്ലോ തോന്നേണ്ടത്. സിതാരെ, എനിക്ക് ആരോട് അസൂയൊന്നുമില്ല.
അവൾ എന്തെങ്കിലും കോറി വരയ്ക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അതൊരു ഡിസൈനായി വരുന്നു. അതിപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഇവൾ വലിയ ഡിസൈനർ ആവുന്നു. അതിലിപ്പം എന്താ ഇത്ര വലിയ അസൂയപ്പെടാൻ? ദേ അനാമിക മോൾ വരെ അതുപോലുള്ള ഡിസൈനൊക്കെ വരയ്ക്കും. ആ അതെന്തുകൊണ്ട് നിങ്ങൾക്ക് നന്നായില്ലേ? നിങ്ങളുടെ 2 മരുമക്കളും നല്ലൊരു ഡിസൈനർ ആവട്ടെ. ആ അതൊക്കെ പോട്ടെ മോളെ, നിന്റെ ചേച്ചിയല്ലേ ഇവിടുത്തെ 2ാമത്തെ മരുമകൾ? ഗർഭിണിയാണെന്ന് പറഞ്ഞു. ഒരു ഗർഭിണി ഈ വീട്ടിലുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അപ്പൊ സിതാര പറയുന്നുണ്ട്, അനാമികെ നീ പോയിട്ട് നയനമോളുടെ ചേച്ചിയെ വിളിച്ചിട്ട് വാ. ഞാനോ? വല്യമ്മ വിളിക്കില്ലേ? അപ്പൊ ദേവ്യാനി പറയുന്നുണ്ട്, ആ ഞാൻ വിളിച്ചിട്ട് വരാം. നിൽക്ക് ദേവ്യാനി. അല്ല അപ്പൊ നിനക്ക് പോകാൻ പറ്റില്ലേ? പോയി വിളിച്ചിട്ട് വാ അനാമിയെ. അതെ, ഞാൻ എന്നിട്ട് നിങ്ങൾ പറയുന്ന അനുസരിക്കണം. നിങ്ങൾ ഈ വീട്ടിൽ ആരെങ്കിലും ആണോ? അല്ലല്ലോ, ഈ നിൽക്കുന്ന വല്യമ്മയുടെ കൂട്ടുകാരിയാ. അവർ ഈ വീട്ടിലുള്ളവരെന്തിനാ ഭരിക്കുന്നേ? അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, മോളെ വല്യമ്മേ, ഞാൻ പറയേണ്ടതല്ലേ പറഞ്ഞത്. ആൻറ്റി ഇപ്പൊ വിളിക്കാൻ പറഞ്ഞ നവിയെയും ഈ നിൽക്കുന്ന നയനെയും എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടാ. അതുകൊണ്ട് അവർ വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ പോകത്തില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. അപ്പൊ സിതാര പറയുന്നുണ്ട്, ഓ അപ്പൊ നീ വിളിക്കില്ല. അപ്പൊ ജാനകി പറയാണ്, എന്തിനാ മോളെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? മോക്ക് കുറച്ച് പക്വതക്കുറവുണ്ട്, അതുകൊണ്ടാണ് സിതാര ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ അവരുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല. അതുകൊണ്ടാ മോൾ അവരുമായിട്ട് യോജിച്ച് പോവാത്തത്. ശരി ദേവേനി, നീ തന്നെ വിളിച്ചോണ്ട് വാ. പിന്നെ ഞാൻ പറഞ്ഞത് നിനക്കനുസരിക്കാൻ വയ്യ. പിന്നെ ഞാൻ എടുത്ത ഫുഡ് കഴിച്ചിട്ടുണ്ട്. അന്നത്തോട് വേണ്ടാതീനം കാണിക്കുമല്ല. എന്നാലും വിശപ്പടങ്ങിയിട്ടില്ലെങ്കിലും നീ ഉണ്ടാക്കിയ ഭക്ഷണം ഇപ്പം ഞാൻ കഴിക്കുന്നില്ല. അപ്പം നയനിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അയ്യോ ഇത് ഞാനുണ്ടാക്കിയ ഭക്ഷണമല്ലേ, അവളുടെ പേരിൽ ആൻറ്റി ഇത് കഴിക്കാതിരിക്കുവാണല്ലോ. അപ്പോഴാണ് ഭക്ഷണം കഴിക്കാതെ സിതാര എഴുന്നേൽക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും കണ്ടോട്ട് വരുന്നത്. ആഹാ, ഇതാരാ? ഒരു മുന്നറിയിപ്പും ഇല്ലല്ലോ. മുത്തശ്ശനാണ് കേട്ടോ ഇത് പറയുന്നത്. ഇത് കേട്ടപ്പോൾ ദേവേനെ പറയുന്നുണ്ട്, ആ അച്ഛാ സിതാര വരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ ഉള്ളവർക്കെല്ലാവർക്കും ഒരു സർപ്രൈസ് എൻട്രി തരണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാഞ്ഞത്. അവ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ സിതാരെ, മോൾക്ക് അവിടെ ലണ്ടനിൽ സുഖമല്ലേ? സുഖമായിരിക്കും അമ്മേ. അമ്മയ്ക്കും അച്ഛനും ഇവിടെ സുഖം തന്നെയല്ലേ? പിന്നെ മോഹനേട്ടൻ പ്രത്യേകം അച്ഛനെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. അല്ല, എന്താ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം? ഒന്നുമില്ല അച്ഛാ, എൻ്റെ മോൻ്റെ കല്യാണമാണ് വരുന്നത്. അടുത്ത മാസം എല്ലാവരും നേരത്തെ തന്നെ അങ്ങോട്ട് വരണമെന്നുണ്ട് എനിക്ക്. അതുകൊണ്ടാ ലണ്ടനിൽ നിന്ന് തിടുക്കപ്പെട്ട് ഇപ്പം ഇങ്ങോട്ട് തന്നെ ആദ്യം വന്നത്. അതിനെന്താ, എനിക്ക് അസുഖമൊന്നുമില്ലെങ്കിൽ ഞാൻ നേരത്തെ കാലത്തെ മോളുടെ വീട്ടിലെത്തും. അത് കേട്ടാ മതി അച്ഛാ. ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും നല്ലവരാ. പിന്നെ ഇവിടെ വന്നപ്പോഴാ ഇവിടുത്തെ കൂടിച്ചേരായ്മയൊക്കെ എനിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ അത് മോള് മനസ്സിലാക്കി എടുത്തു അല്ലേ? എങ്ങനെയാ അച്ഛാ മനസ്സിലാക്കി എടുക്കാതിരിക്കാൻ പറ്റുക? അത് ശരിയാ, കുടുംബത്തിന്റെ താളമൊക്കെ തെറ്റിക്കഴിഞ്ഞു മോളെ. ആ ഇപ്പൊ പഴയ പോലെയല്ല ആരുടെയും സ്വഭാവം. എന്നാലും ദേവ്യാനിക്ക് ഇങ്ങനെ ഒരു മാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ഛാ. ദേവ്യാനി നല്ലവളായിരുന്നു. പക്ഷേ ഒരു മരുമകൾ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആ നന്മയൊന്നും ദേവ്യാനി തിരിച്ചറിയാതെയായി. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല മോളപ്പോഴേക്കും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റോ? ആ ഭക്ഷണമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഞാൻ നന്നായിട്ട് കഴിച്ചു. എങ്ങനെ നന്നാവാതിരിക്കും? എല്ലാം എൻ്റെ മരുമകളുടെ കൈപ്പുണ്യ. അവക്ക് കൈപ്പുണ്യം മാത്രമേ ഉള്ളൂ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അനുസരണയില്ലാത്തവരെ പിന്നെ എങ്ങനെയാ അച്ഛാ പറയേണ്ടത്? അല്ല മോള് നയനമോളുടെ കാര്യമല്ലേ പറയുന്നത്? നയനമോളുടെ കാര്യമല്ല അച്ഛാ, ഈ നിൽക്കുന്ന അനാമികയുടെ കാര്യമാണ് പറഞ്ഞത്. ഓ അപ്പോൾ ഇന്നത്തെ ഭക്ഷണം അനാമികയാണോ ഉണ്ടാക്കിയത്? അപ്പം അനാമിക പറയുന്നത്, അതേ മുത്തശ്ശ, എത്ര ടേസ്റ്റിലുണ്ടാക്കിയാലും ചിലർക്കൊന്നും അത് പറ്റുന്നില്ല. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികയെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളോട് നന്നായിട്ട് സംസാരിക്കണം. ഇതും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ടേബിളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ആരെങ്കിലും എൻ്റെ കൂടെ നിൽക്കോ? എല്ലാവരും ആ നയനയുടെ പിന്നാലെ എപ്പോഴും. നയനെ പോലുള്ള പെരുങ്കളിയെ ഇവരെന്താ തിരിച്ചറിയാത്തത്? അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്, സിതാരെ ഇരിക്കൂ, കുറച്ച് ഭക്ഷണം ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കാം. അയ്യോ അച്ഛാ, വയറ് നിറഞ്ഞു, ആവശ്യത്തിന് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്നാൽ സിതാര വല്ലാണ്ടൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. അതേസമയം തന്നെ മുത്തശ്ശൻ ഭക്ഷണം എടുത്ത് വായിലോട്ട് വെച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട്, അല്ല ഇത് അനാമിക ഉണ്ടാക്കിയത് തന്നെയാണോ? എന്താ മുത്തശ്ശ സംശയം? ഞാനുണ്ടാക്കിയത് തന്നെയാ. കള്ളം പറയുന്ന മുഖത്ത് നോക്കിയിട്ട്. ഈ ഭക്ഷണം സത്യം പറഞ്ഞാൽ നയനമോൾ ഉണ്ടാക്കിയതാ, ഒരിക്കലും ഇത് അനാമിക ഉണ്ടാക്കിയതല്ല. എന്തിനാ കുട്ടി ഇങ്ങനെ കള്ളം പറയുന്നത്? നയനമോളെ, ഈ ഭക്ഷണം മോൾ ഉണ്ടാക്കിയതല്ലേ? അപ്പം നയന പറയുന്നുണ്ട്, അതെ മുത്തശ്ശ, ഇത് ഞാനുണ്ടാക്കിയതാ. എന്നിട്ടെന്താ മോൾ അത് സിതാരയോട് പറയാതിരുന്നത്? ഒന്നുമില്ല മുത്തശ്ശ. അപ്പൊ സിതാര പറയുന്നുണ്ട്, അയ്യോ മോളുണ്ടാക്കിയതായിരുന്നു. മോളെ എന്തിനാ മോളെ ഇവരെയൊക്കെ ഇങ്ങനെ പേടിക്കുന്നത്? മോക്കത് എന്നോട് തുറന്നു പറയാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ അനാമികയ്ക്ക് വല്ലാത്ത ചമ്മല് പോലെ തോന്നുക കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മോളെ നീ മുറിയിലോട്ട് പൊക്കോ, ഇനി ഇവിടെ പലതും നടക്കും. അത് പറഞ്ഞപ്പോൾ അനാമിക ഇങ്ങനെ പോവാൻ നിൽക്കാട്ടോ. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല അനാമിക ഇത് എങ്ങോട്ടാ പോകുന്നേ? അപ്പം സിത്താര പറയാണ്, മോളെ ഇങ്ങനെ ആരും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യം മോൾക്കില്ല. തല ഉയർത്തി തൻ്റെ ഇടത്തോടു കൂടി തന്നെ എവിടെയും സംസാരിക്കണം. അപ്പം നയന പറയുന്നുണ്ട്, അതിന് സ്വന്തം അമ്മായിമ്മ തന്നെ മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റൊരാളുണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ എങ്ങനെയാ അത് തിരുത്തി പറയുക? എന്നിട്ടും
മരുമകളുടെ മഹത്വം ദേവേനെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇനി നല്ല കിടിലൻ എപ്പിസോഡുകളാണ് കേട്ടോ. അതേസമയം തന്നെയാണ് അനാമികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്നാൽ ഈ അച്ഛനും അമ്മയും കണ്ടപ്പോൾ തന്നെ നമ്മുടെ സിത്താരയ്ക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പിടികിട്ടാണ് കേട്ടോ. ഇത് നല്ല കിടിലൻ എപ്പിസോഡാണ്. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ഗായ്സ്.